നിങ്ങൾക്കറിയാം രാവിലെ 11 മണിക്കാണ് ഞാൻ ഇവിടെ വന്നത്. 5 മിനിറ്റ് നിങ്ങളോട് സംസാരിച്ചു. 11:15 എടുക്കുന്ന മൊഴി 8:45 വരെ എടുത്തു. ഭക്ഷണം ഊണിനെ പോലും ഞങ്ങൾ നിർത്തിയിട്ടില്ല. 2 വടയാണ് ഞാനും ഐജിയും കഴിച്ചത്. അതിനിടയ്ക്ക് കുറച്ച് ബിസ്ക്കറ്റും ചായകളും കിട്ടി. ഭക്ഷണത്തിന് പോലും നിർത്തണ്ട. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ ക്യാൻ മാനേജ്. ഭക്ഷണം കഴിക്കാൻ അതിനെ 1 മണിക്കൂർ കളയേണ്ടതില്ല. അങ്ങനെ ഭക്ഷണം പോലും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഉച്ചഭക്ഷണം പോലും കഴിക്കാതെയാണ് ഇത്രയും സമയം എടുത്തത്. അത് അതിൻ്റെ വഴിക്ക് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകും. ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് മൊഴിയെടുത്ത ഉദ്യോഗസ്ഥനെക്കുറിച്ച്, ഐ ജിയെക്കുറിച്ച്, തൃശ്ശൂർ DIGയെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു നല്ല മനസ്സിലാണ് നിൽക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തിലാണ്. അല്ല, അതായത് 3 ഈ പറയുന്ന എന്താ പറയുക ചങ്ങാതിൻ്റെ സുജിദാസ്, അദ്ദേഹവുമായി സംസാരിച്ച 3 കോൾസാണ് ഞാൻ നിങ്ങൾക്ക് പുറത്തു വിട്ടത്. പിന്നെ അതൊന്നും കൂടി പുറത്തു വിടാൻ നിന്നതാണ്. കാരണം അതിനുശേഷമാണ് 4ാമത്തെ പോലീസ് ഓഫീസറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സന്ദേശം 3 നിങ്ങൾ പുറത്തു വിട്ടു. അത് പുറമെ കൂടാതെ ഞാൻ പുറത്തു വിടാത്തൊരു സന്ദേശം ഉണ്ടായിരുന്നു. അതിൽ കാര്യമായിട്ടൊന്നുമില്ല, അദ്ദേഹം കാല് പിടിക്കൽ മാത്രമാണ്. അപ്പോൾ അത് കേട്ട് നിങ്ങൾ ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട് ആ സമയത്ത് വിടാതിരുന്നു. അതുകൂടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഹാജരാക്കിയിട്ടുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും ഞാൻ ഹാജരാക്കിയ ഒരു തെളിവ്, ഞാൻ ഇന്നലെ നിങ്ങളിവിടെ FIR വായിച്ചല്ലോ, ഒരു സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ടിട്ട് 7.5 കിലോ സ്വർണം പിടിച്ചിട്ട് അത് പൂർണ്ണമായിട്ടും വിഴുങ്ങിയിരിക്കുകയാണ് ഒരു സ്ത്രീയിൽ നിന്ന്. എന്നിട്ട് ആ സ്ത്രീയെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കുമ്പോൾ 145 ഗ്രാം സ്വർണം, അതും ആഭരണങ്ങൾ, ആ സ്ത്രീ കഴുത്തിലിട്ടിരുന്ന മാല, അതിൻ്റെ കുലുസ്, പിന്നെന്താ 1-2 വള, ഒരു മോതിരം. കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചു എന്നാണ് പറയുന്നത്, ഇതെന്ത് കേസാണ്? വിദേശത്ത് നിന്ന് വരുന്നൊരു സ്ത്രീക്ക് ഒരു 10-15 പവനും സ്വർണം ആഭരണം കൊണ്ടുവരാൻ പറ്റില്ലേ? ധരിക്കാൻ പറ്റില്ലേ? ധരിച്ച് വന്ന ആഭരണമാണ് ഒരു കറുത്ത സഞ്ചി. ഈ 3-4 ഐറ്റം പറഞ്ഞിട്ട് പിന്നെ ആ സീസർ മാഷിൽ പറയുന്ന ഒരു കറുത്ത സഞ്ചി, എന്താ കറുത്ത സഞ്ചിയിലിട്ട് കെട്ടിക്കൊടുന്ന ഈ 14 പവനെ. അപ്പോൾ അത് കൃത്യമായി ഐജിക്ക് അത് കൃത്യമായും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്താ പറയുക കേസ് സംബന്ധം 15% റിവാർഡ് പുറത്തുനിന്ന് പിടിച്ച് അങ്ങോട്ട് കൊടുത്താൽ 1 കോടിയാണെങ്കിൽ 15 ലക്ഷം വാങ്ങി കീശയിൽ ഈ പോലീസുകാർക്കൊക്കെ ഇടാം. അതൊക്കെ ഒഴിവാക്കിയിട്ട് ദേശസ്നേഹം, രാജ്യസ്നേഹം ഒന്നും വേണ്ട. പെരുങ്കല്ലിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇത് ഉരുക്കി ആവശ്യമില്ല പോക്കറ്റിലിട്ടിട്ട് കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഈ ഇടപാട്, ഇതിന് പോലീസൊന്നും വേണ്ട. ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവും. തെറ്റാണ്. ഏത് ഏജൻസിയാണെങ്കിലും കിട്ടും. കാരണം എയർപോർട്ടിൻ്റെ പുറത്തുനിന്ന് പിടിച്ചു. ഇതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടാണ് പറയുന്നത്. ആ പറഞ്ഞ നിയമത്തിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാകാം, അറിവില്ലായ്മയാകാം. അതല്ലല്ലോ ഇവിടെ പ്രശ്നം. പി ശശിക്കെതിരെ രാഷ്ട്രീയപരമായ ആരോപണങ്ങളാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടെ അന്വേഷിക്കുന്നത് ക്രൈമുമായി ബന്ധപ്പെട്ടാണ്. അല്ല, ഇവിടെ പോലീസ് അന്വേഷിക്കുന്ന ക്രൈമാണ്. ആ ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇല്ല, നാളല്ല. ഞാനിപ്പം പുതിയ തെളിവ് ആരെങ്കിലും എൻ്റെ ഈ വാട്സാപ്പ് നമ്പർ ഏറ്റെടുക്കാൻ പറ്റുന്ന പത്രപ്രവർത്തകരുണ്ടെങ്കിൽ നമ്മൾ സ്വാഗതം ചെയ്യണം. അത്ര എണ്ണം വരുന്നുണ്ട്. എന്നിപ്പോൾ ഒരു 300-350 അതാ വന്നിരിക്കുന്നത്. കാരണം അത് ഇനി പരിശോധിക്കാൻ ഇതേപോലെ ഒരു വേറെ സംവിധാനം ഉണ്ടാക്കേണ്ടി വരും നാളെ തൊട്ട്. അതിൻ്റെ ആലോചനയിലാണ്. അത്ര പരാതികൾ. താങ്കൾ ഉന്നയിച്ച പരാതിയിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ് PB അംഗം A വിജയരാഘവൻ പറഞ്ഞു. ഒപ്പം തന്നെ മന്ത്രി പറയുന്നു എന്തുന്നയിച്ച താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല. ആർക്കും ഈ ADGP പാർട്ടി എങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? പാർട്ടി അല്ലല്ലോ പറഞ്ഞത്. പാർട്ടിയിലൊരു പ്രവർത്തകനല്ലോ. പാർട്ടി എന്ന് പറയുന്ന സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിയൊക്കെ പറയുകയാണെങ്കിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും. പാർട്ടി സെക്രട്ടറിമാർ പറയുകയാണെങ്കിൽ ഉത്തരവാദിത്തം ഉണ്ടാവും. ഒരു അനുഭാവിയായ ഞാൻ പറയുമ്പോൾ പാർട്ടിക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നടക്കൂലല്ലോ. അത് ശരിയല്ല അദ്ദേഹം പറഞ്ഞു.